അച്ചു അമ്മയും ഇശുവിനെയും കൂട്ടി അവിടെ നിന്നിറങ്ങി. രുദ്രനെ മറ്റൊരു വണ്ടിയിൽ വൻഷിന്റെ നിർദ്ദേശപ്രകാരം വൈദ്യർമഠത്തിൽ കൊണ്ടുപോയി. അവിടെ എല്ലാവിധ സെക്യൂരിറ്റിയോടും കൂടി രുദ്രന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിരുന്നു. അച്ചു, നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒന്നും മനസ്സിലാകാതെ ഇശു അവനോട് ചോദിച്ചു. എനിക്കും അറിയില്ല ഇശു, ഏട്ടൻ പറഞ്ഞത് അനുസരിക്കുന്നു, അത്രേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ഇതെല്ലാം ഏട്ടൻ്റെ തീരുമാനമാണ്. അച്ചു അത്രയും പറഞ്ഞ് വൻഷിന് അവർ പുറപ്പെട്ടു എന്ന് മെസ്സേജ് ചെയ്തു. ഗൗരിയും വൻഷും ട്രിവാൻഡ്രം എത്തി. ഒരു ഗ്രൗണ്ടിലാണ് കോപ്റ്റർ ഇറക്കിയത്. അവിടെ നിന്നൊരു കാറിൽ കയറി നേരെ പോയത് ഒരു ഗോഡൗൺ പോലെയുള്ള ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നതും വൻഷ് കാറിൽ നിന്നും ഇറങ്ങി. ഗൗരിക്ക് അവിടെ കണ്ടതും ഭയം തോന്നി. അവൾ കാറിൽ നിന്ന് ഇറങ്ങാതെ അവിടെ ഇരുന്നു. വൻഷ് ഗാർഡ്സിൻ്റെ കൂടെ അകത്തേക്ക് കയറി. അവിടെ കൈകൾ പിന്നിലേക്ക് കെട്ടി നിലത്ത് മുട്ടുകുത്തിയിരിക്കുന്ന രീതിയിൽ ഒരാളുണ്ടായിരുന്നു. അയാളുടെ മുഖം മുഴുവനും ചോര കൊണ്ട് നിറഞ്ഞിരുന്നു. വൻഷിനെ കണ്ടതും അയാളുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. വൻഷിന്റെ ചുണ്ടിൽ വന്യമായ ഒരു ചിരിയുണ്ടായിരുന്നു. വൻഷ് ചിരിയോടെ അയാൾക്ക് മുന്നിലെ ചെയറിലേക്കിരുന്നു. എന്നെ ഒന്നും ചെയ്യല്ലേ സർ, പ്ലീസ് എന്നെ വെറുതെ വിടണം, അയാൾ അവനോട് കെഞ്ചുന്നത് പോലെ പറഞ്ഞു. ഹൂ, അത് എനിക്കറിയില്ല. പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൻ്റെ നെഞ്ചിൽ ബുള്ളറ്റ് കയറിയിരുന്നു. വണ്ടിയിലിരുന്ന് ഗൗരി ബുള്ളറ്റിൻ്റെ നേരെ ശബ്ദം കേട്ടതും ഭയം കൊണ്ട് വിറച്ചു. പുറത്തേക്ക് നോക്കി അവൾ കാണുന്നത് ഒരാളെ വലിച്ചിഴച്ച് രണ്ടുപേര് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അപ്പോഴേക്കും വൻഷി വന്ന് വണ്ടിയിലേക്ക് കയറി. അവൾ വൻഷിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളുടെ നേരെ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് ചുമല് പൊക്കി കാണിച്ച് തിരിഞ്ഞിരുന്നു. വീട്ടിൽ പോകാതെ വൻഷി ഗൗരിയുമായി നേരെ പോയത് അവൻ്റെ ഗസ്റ്റ് ഹൗസിലേക്കാണ്. ഒരു പടുകൂറ്റൻ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കാറ് കടന്നു. ചുറ്റും ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. വീടിൻ്റെ അടുത്തേക്ക് ഒരു വലിയ വെള്ള കൊട്ടാരം തന്നെയായിരുന്നു വീട്. ഗസ്റ്റ് ഹൗസിലെത്തിയ വൻഷ് കാറിൽ നിന്നും ഇറങ്ങി ഗൗരിക്ക് നേരെ കൈ കാണിച്ചു. ഗൗരി അവൻ്റെ കയ്യിലേക്കൊന്ന് നോക്കി. പിന്നെ കയ്യിൽ പിടിച്ച് കാറിൽ നിന്നും അവൾ ഇറങ്ങി. ഗൗരി ചുറ്റും നോക്കി. വലിയ ആ വീടിൻ്റെ ചുറ്റും ഗാർഡ്സ് ഉണ്ട്. ഒരു ഇല ഇളകിയാൽ അറിയും, അത്രയും സെക്യൂരിറ്റി ഉണ്ട് ആ വീടിന് ചുറ്റും. വാതിൽ തുറന്ന് വൻഷ് ഗൗരിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും ഗൗരിയുടെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടർന്നു. അവൾ ചുറ്റിനും നോക്കി. കുറേ സെർവൻസ് അവിടെയെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. വൻഷ് അവളുടെ കൈകൾ പിടിച്ച് മുകളിലേക്ക് കയറി. അവൻ നേരെ അവൻ്റെ റൂമിലേക്കാണ് പോയത്. വൻഷ് കോട്ട് ഊരി അവിടെയുള്ള ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. വാർഡ്രോബ് തുറന്ന് ടവലെടുത്ത് അവൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി. വാർഡ്രോബ് തുറന്ന് ടവലെടുത്തു. അവൻ ഡ്രസ്സിംഗ് റൂമിൻ്റെ മറ്റൊരു സൈഡിലെ ഡോർ തുറന്നു. ഗൗരി ഇതെല്ലാം നോക്കി അവൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു. കാരണം കുട്ടിക്ക് പേടിയാണ്. എപ്പോഴാണ് അവൻ്റെ ഭാവം മാറുന്നതെന്ന് അറിയില്ലല്ലോ. ആ റൂം തുറന്നതും ഗൗരിയുടെ കണ്ണുകൾ വിടർന്നു. ആ റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വലുപ്പവും ആഴവുമുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. പൂളിന് ചുറ്റും ഗ്ലാസ്സായി സെറ്റ് ചെയ്തിരിക്കുന്നു. പുറത്തുനിന്ന് വെളിച്ചമുള്ളത് കൊണ്ട് ഇരുട്ടില്ല, നല്ല വെളിച്ചമുണ്ട്. ടവൽ മാത്രം എടുത്ത് അവൻ പൂളിലേക്ക് ഇറങ്ങി നീന്തി. ഒരുപാട് നേരം നീന്തിയതിനു ശേഷം അവൻ അവിടെ സൈഡിൽ കയറിയിരുന്നു. അവൻ്റെ ഉറച്ച പേശിയിലൂടെ വെള്ളത്തുള്ളികൾ ഒഴുകിയിറങ്ങി. ഇതിൽ നിന്നും വെള്ളത്തുള്ളികൾ താഴേക്ക് ഇറ്റിറ്റ് വീണു. അവൻ കുളിക്കാൻ ഇറങ്ങിയതും ഗൗരി റൂമിലേക്ക് പോയിരുന്നു. റൂമിലെത്തിയ ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ നിന്നു. അപ്പോഴാണ് അവിടെ ഒരു ഡോറ് കാണുന്നത്. അവൾ ആ ഡോറ് തുറന്നു. ബാൽക്കണിയിലേക്കുള്ള ഡോറായിരുന്നു അത്. ബാൽക്കണിയിലേക്ക് ഇറങ്ങി. അവിടെയും ഒരു കുഞ്ഞു പൂളുണ്ടായിരുന്നു. തണുത്ത കാറ്റ് വീശുന്നത് കൊണ്ട് അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നി. അവൾ കണ്ണുകൾ അടച്ച് കൈകൾ വിടർത്തി ആ കാറ്റിനെ അവളിലേക്ക് ആവാഹിച്ചു. കുറച്ചു നേരം അങ്ങനെ നിന്നു. കണ്ണുകൾ തുറക്കാൻ നിമിഷം അവളുടെ ഇടുപ്പിലൂടെ രണ്ട് ദൃഢമായ കൈകൾ അവളെ ചുറ്റി വരിഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവളുടെ തോളിൽ താടി കുത്തി നിന്നു. ഗൗരി ശ്വാസം വലിച്ചു നിന്നു. അവൻ്റെ താടി രോമങ്ങൾ അവളുടെ തോളിൽ കുത്തുന്നുണ്ടായിരുന്നു. അവൾ കുതിരിയെങ്കിലും അവൻ കൂടുതൽ മുറുകെ പിടിച്ചു. ഗൗരി, അവൾ മിണ്ടാതെ നിന്നു. ഗൗരി, അവൻ കടുപ്പിച്ച് വിളിച്ചു. അവളൊന്ന് മൂളി. പേടിയുണ്ടോ എന്നെ? അവൻ അവളോട് ചോദിച്ചു. ആ. അവൾ വീണ്ടും മൂളി. എന്നെ നിനക്ക് ഇഷ്ടമാണോ? ആ. അതിനും അവൾ മൂളി. പിന്നെയാണ് അവൻ ചോദിച്ചത് എന്താണെന്ന് അവൾ ഓർത്തത്. അത് കേട്ടതും അവൾ ഞെട്ടി. അവൻ ചിരിയോടെ അവളെ അവൻ്റെ നേരെ തിരിച്ചു നിർത്തി. അത് പിന്നെ? അവൾ വിക്കിക്കൊണ്ട് അവനെ നോക്കി. അവൻ അവളുടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു. അവനതെല്ലാം കണ്ട് ആസ്വദിച്ചു. അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ച് നിർത്തി. ലെറ്റ്സ് ഗോ ഫോർ ആൻ ഔട്ടിംഗ്, രുദ്രൻ ശിവയോട് ചോദിച്ചു. യാ, 5 minutes. ഐ ഹാവ് ചേഞ്ച് മൈ ഡ്രസ്, ശിവ അവനോട് പറഞ്ഞു. ഓക്കെ. ശിവ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് ഒരു ബ്ലാക്ക് ജീനും ഒരു വൈറ്റ് ബനിയനും അതിന് മേലെ ഒരു ബ്ലാക്ക് ജാക്കറ്റുമാണ് അവളുടെ വേഷം. മുടി പോണി ടെയിൽ കെട്ടി വെച്ചിരിക്കുകയാണ്. രുദ്രൻ അവളെ നോക്കി നിൽക്കുകയാണ്.
അവളുടെ മുഖത്ത് യാതൊരുവിധ ചമയങ്ങളുമില്ലാതെ തന്നെ അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നിച്ചു. ശിവ വന്ന് വിരൽ ഞൊടിച്ചപ്പോഴാണ് അവൻ അവളിൽ നിന്നും നോട്ടം മാറ്റിയത്. അവൻ ബൈക്കിൽ കയറിയിരുന്ന് അവളോട് കയറാൻ പറഞ്ഞു. അവൾ കയറിയിരുന്നതും അവൻ്റെ ബൈക്ക് ആ കോമ്പൗണ്ടിൽ നിന്ന് കുതിച്ചു. ആ യാത്രയിൽ അവളുടെ ലോകം തന്നെ രുദ്രാൻഷ് എന്ന അൻഷിയിൽ ഒതുങ്ങി. അവനും അവൾക്ക് തെളിയിച്ചു കൊടുത്തു ഓരോ മിനിറ്റും സെക്കൻഡിലും അവളെ വേണമെന്ന്. അവളുടെ കണ്ണുകൾ അത്ഭുതത്തിൽ വിടരുന്നത് കാണാൻ അവൻ അവൾക്ക് വേണ്ടി പല സർപ്രൈസുകളും ഒരുക്കിയിരുന്നു. അവളും അത്ഭുതപ്പെട്ടു. കാരണം പലപ്പോഴും അവൾ ചെയ്യാൻ ആഗ്രഹിച്ച കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നു. രാത്രി അവൻ അവിടെ തന്നെ ഒരു സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി. ഒരു മലമുകളിലായിരുന്നു അവർ എത്തിയത്. രുദ്രൻ അവളുടെ കണ്ണുകൾ കെട്ടിയിരുന്നു. അവളെ കൊണ്ട് ആ ടോപ്പ് എൻഡ് കൊണ്ടു നിർത്തി. ശിഖ, അവൻ അവളുടെ ചെവിക്കടുത്തായി വിളിച്ചു. അവൻ്റെ വെളിയിൽ അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ഒരു പെണ്ണിനും സ്വന്തം പുരുഷന്റെ സാമീപ്യത്തിൽ ഉണ്ടാകുന്ന വിറയൽ അത് അവളിലും ഉണ്ടായിരുന്നു. അവൻ കണ്ണുകളിലെ കെട്ടഴിച്ചു. മുന്നിലായി ഒരു വലിയ പാരച്യൂട്ട്. അവൾ കണ്ണുകൾ വിടർത്തി നോക്കി. രുദ്രൻ കൈപിടിച്ച് അവളെ അതിലേക്ക് കയറ്റി. ഒപ്പം അവനും. ആ പാരച്യൂട്ട് ഉയർന്നു. ഡൽഹി നഗരം മുഴുവനായി ഒരു പൊട്ട് കാണുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു വെളിച്ചങ്ങൾ. പെട്ടെന്ന് ആ ലൈറ്റെല്ലാം ഓഫായി. ശിവരുദ്രനെ നോക്കി. അവൻ കണ്ണു ചിമ്മി അവളോട് നോക്കാൻ പറഞ്ഞതും താഴെ ആ ലൈറ്റുകൾ വീണ്ടും തെളിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ശിഖ എന്ന് എഴുതിയിരിക്കുന്നു. ശിവ ശരിക്കും സർപ്രൈസ് ആയിരുന്നു. ആദ്യമായിട്ടാണ് അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. രുദ്രൻ അവളുടെ അടുത്ത് മുട്ടുകുത്തി നിന്ന് അവൾക്ക് നേരെ ഒരു സിന്ദൂരച്ചെപ്പ് നീട്ടി. വിൽ യു ബി മൈൻ? ശിവ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ ആ സിന്ദൂരച്ചെപ്പിൽ തങ്ങി നിന്നു. അവളും അവൻ്റെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ഐ ആം ഓൾവേസ് ഓൺലി യുവേഴ്സ്. രുദ്രൻ ചിരിയോടെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. തികച്ചും വന്യമായ ഒരു ചുംബനമായിരുന്നു അവൻ്റേത്. ശിവ കണ്ണുകൾ അടയ്ക്കാതെ അവൻ്റെ ചുംബനത്തെ ഏറ്റുവാങ്ങി. അവൻ്റെ കണ്ണിൽ അവളോടുള്ള പ്രണയം അവൾ നോക്കി നിന്നു. പക്ഷെ അവൻ്റെ ചുംബനത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. അത്രമേൽ അവൻ്റെ ചുംബനം അവളെ തളർത്തിയിരുന്നു. ഏതോ ഒരു നിമിഷം അവളും അവനെ വന്യമായി തിരിച്ചു ചുംബിച്ചു. അന്നത്തെ രാത്രി ശിവയ്ക്ക് വേണ്ടി രുദ്രൻ ചിലവഴിച്ചു. നേരം വെളുക്കാൻ നേരത്താണ് ശിവയെ രുദ്രൻ അവളുടെ കോട്ടേജിൽ കൊണ്ടാക്കുന്നത്. അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു ശിവയുടെയും രുദ്രൻ്റെയും പ്രണയം. വന്യമായ പ്രണയം. ദ റിയൽ ഡെവിൽസ് ലവ്. വൻഷു പറഞ്ഞതുപോലെ യേശുവിനെയും അമ്മയും അവർക്ക് വേണ്ടി റെഡിയാക്കി വീട്ടിലേക്കാക്കി കൊടുത്തു. അച്ഛൻ നേരെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അച്ഛനും അച്ഛമ്മയും അപ്പച്ചിയും അവരുടെ മകളും എല്ലാം ഉണ്ട്. അവൻ എല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചകത്തേക്ക് പോയി. അമ്മയുടെ അടുത്തേക്കാണ് അവൻ ആദ്യം പോയത്. റൂമിൽ അച്ഛൻ്റെ ഫോട്ടോ നോക്കി കണ്ണുകൾ നിറച്ചിരിക്കുന്ന അമ്മയെ കണ്ടതും അവന് വല്ലാത്ത സങ്കടമായി. അമ്മ. അവൻ അമ്മയെ വിളിച്ച് അടുത്തേക്കിരുന്നു. അവർ വേഗം കണ്ണുകൾ തുടച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എന്തിനാ എൻ്റെ അമ്മ കരയുന്നേ? അപ്പച്ചി എന്തേലും പറഞ്ഞോ? ഏയ് ഇല്ല, കള്ളം പറയണ്ട. അപ്പച്ചി അച്ഛമ്മയും വന്നാൽ ഉള്ളതാണ് അമ്മയെ വഴക്ക് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല അച്ചൂട്ടാ, നീ അതൊക്കെ വിട്. നിൻ്റെ ഏട്ടൻ വിളിച്ചിരുന്നോ? എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഞാൻ ഏട്ടനെ കണ്ടിരുന്നു. ഏട്ടൻ 2 ദിവസം കഴിഞ്ഞേ വരൂ, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അവനോട് ഇന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ പറഞ്ഞതാണ്. ഇനി എന്ത് ചെയ്യും? അമ്മ അതൊന്നും ഓർത്ത് പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം. അപ്പോഴേക്കും എൻ്റെ അമ്മക്കുട്ടി എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക്. അച്ചു അമ്മയുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് റൂമിൽ നിന്നും പോയി. വൻഷിൻ്റെ പിടിയിൽ വിറച്ചു നിൽക്കുകയാണ് ഗൗരി. ഒന്നും മിണ്ടാതെ അവൻ്റെ കരവലയത്തിൽ നിൽക്കുമ്പോൾ ഭയത്തേക്കാൾ അവൾക്ക് സംരക്ഷണം അനുഭവപ്പെട്ടു. വൻഷ് അവളെ കയ്യിലെടുത്ത് റൂമിലേക്ക് നടന്നു. അപ്രതീക്ഷിതമായി അവൻ്റെ പ്രവൃത്തി അവളെ വല്ലാതെ ഭയന്നു. അവൻ്റെ ഷർട്ടിൽ അവളുടെ കൈകൾ മുറുകി, കണ്ണുകൾ ഇറുക്കിയടച്ചു. വൻഷ് അവളെ ബെഡിലേക്ക് കിടത്തി. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അവൻ അവളുടെ മാറിൽ തലവെച്ച് കിടന്നു. ഗൗരി ശ്വാസം വലിച്ചു നിന്നു. അവളുടെ തലയിലൂടെ മിന്നൽ കടന്നു പോകുന്നതുപോലെ തോന്നി. ശ്വാസം വിട് ഗൗരി, വൻഷ് അവളോട് പറഞ്ഞു. അവൾ പതിയെ ശ്വാസം വലിച്ചു വിട്ടു. നിന്റെ മനസ്സ് സ്വന്തമാക്കാതെ ഒരിക്കലും നിന്നെ ഞാൻ സ്വന്തമാക്കില്ല. ഇപ്പോൾ എനിക്കൊന്ന് കിടക്കണം. അതിന് നിന്റെ മാറിൻ്റെ ചൂട് എനിക്ക് വേണം. ഇപ്പം മാത്രമല്ല, ഇനി അങ്ങോട്ട് എന്നും. അത്രയും പറഞ്ഞ് അവൻ കണ്ണുകൾ അടച്ചു കിടന്നു. ഗൗരി അവനെ ഒന്ന് നോക്കി. കണ്ണുകളടച്ച് കിടക്കുകയാണ്. അവളുടെ കൈകൾ അവൻ്റെ മുടിയിഴകളെ തലോടി. യാത്രാക്ഷീണം കാരണം പതിയെ അവളും കണ്ണുകൾ അടച്ചു. വയറിൽ കൈകൾ കൊണ്ട് തഴുകി കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയാണ് ശിവ. ശിവ മോളെ. അവൾ മുഖമുയർത്തി നോക്കി. രുദ്രൻ്റെ അമ്മ അവൾക്ക് കുടിക്കാൻ ജ്യൂസായിട്ട് വന്നതാണ്. അവർ അവൾക്ക് ജ്യൂസ് കൊടുത്തു. അവൾ ജ്യൂസ് കുടിച്ച് ഗ്ലാസ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു. മോളെ, നമുക്ക് ചടങ്ങുകളൊക്കെ നടത്തണ്ടേ? എന്ത് ചടങ്ങമ്മ? ശിവ മനസ്സിലാകാതെ അവരെ നോക്കി. വളകാപ്പ് ചെയ്യണം അമ്മ എല്ലാം റെഡിയാക്കിക്കോളൂ. ശിവ മറുപടി പറഞ്ഞു. ശരി മോളെ. അവരതും പറഞ്ഞ് അവിടെ നിന്നും പോയി.
അവളുടെ ഓർമ്മകൾ രുദ്രനിലേക്ക് പോയി. അന്ന് രുദ്രൻ അവളെ കൊണ്ട് വിട്ടതിന് ശേഷം അവളെ വിളിക്കാനോ വന്ന് കാണാനോ നിന്നില്ല. ശിവയും അവനെ വിളിച്ചില്ല. അവൾ വീണ്ടും നാട്ടിലേക്ക് വന്നു. നാട്ടിൽ മുത്തച്ഛൻ്റെ ഒപ്പം ഓഫീസ് കാര്യങ്ങളിൽ ബിസിയായി. അങ്ങനെ ഒരു ദിവസം ശിവയുടെ RT ഗ്രൂപ്പായിട്ട് ഒരു മീറ്റിംഗ് വന്നു. മീറ്റിങ്ങിന് ശിവ തന്നെയാണ് പോയത്. അതേസമയം RT ഓഫീസിൽ വാട്ട് ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? രുദ്രൻ്റെ അലർച്ചയാണ് ആ കേൾക്കുന്നത്. അന്ന് ആചാര്യ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഉണ്ട്. അവരുമായിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു പ്രസന്റേഷൻ റെഡിയാക്കാൻ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിരുന്നു രുദ്രൻ. എന്നാൽ അവൻ പറഞ്ഞതുപോലെ ആയിരുന്നില്ല അവരുടെ പ്രസന്റേഷൻ. രുദ്രൻ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവന്റെ സീറ്റിലേക്കിരുന്നു. പിന്നെ എന്തോ ആലോചിച്ച് പ്രസന്റേഷൻ അവൻ ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് സമയമുണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് മീറ്റിംഗ് ഹാളിൽ ഇരിക്കുകയാണ് രുദ്രൻ. അവന്റെ PA ഇന്ന് ലീവാണ്. അതുകൊണ്ട് ഇന്ദ്രനായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. എടാ രുദ്ര, എന്താടാ? സോറിടാ, നീ പറഞ്ഞതുപോലെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ല എനിക്ക്. ഇറ്റ്സ് ഓക്കെ, ഈ പ്രാവശ്യം ക്ഷമിച്ചു. താങ്ക്സ് ഡാ മുത്തേ. അധികം പതപ്പിക്കണ്ട. ഈ മാസത്തിലെ പകുതി സാലറിയെ നിനക്ക് തരൂ. രുദ്ര, ഒരു രുദ്രനും ഇല്ല. കൂടുതൽ നിന്ന അടുത്ത മാസത്തെ സാലറി ഞാൻ കട്ട് ചെയ്യും. നിന്റെ ഇറസ്പോൺസിബിൾ കാരണമാണ് നിന്റെ ഗ്യാങ്ങും അത് കംപ്ലീറ്റ് ആക്കാതിരുന്നത്. പോടാ പുല്ലേ. അതും പറഞ്ഞ് ഇന്ദ്രൻ പുറത്തേക്ക് പോയി. അവൻ പുറത്തേക്ക് പോയതും ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞു ആചാര്യ ഗ്രൂപ്പിന്റെ MD വന്നു എന്ന്. രുദ്രൻ അവരോട് വരാൻ പറഞ്ഞു. സ്റ്റാഫിനെ പറഞ്ഞയച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ഡോറ് തുറന്നു വരുന്ന ശിവയെ കണ്ട് രുദ്രന്റെ കണ്ണുകൾ വിടർന്നു. ബിസിനസ് ഫീൽഡിൽ ശരിക്കും ഒരു പക്ക ബിസിനസ് വുമൺ ആയിരുന്നു അവൾ. മുഖത്ത് ചിരിയില്ലാത്ത ഗൗരവത്തിലായിരുന്നു. രുദ്രൻ അവളെ ഞെട്ടൽ മറച്ചു വെച്ച് കാഷ്വലായി സംസാരിച്ചു. അവരുടെ തന്നെ പഴയ ഒരു തറവാട് ഒരു റിസോർട്ടാക്കാൻ വേണ്ടി കൺസ്ട്രക്ഷൻ RD ഗ്രൂപ്പിന് കൊടുത്തതാണ്. ശിവയ്ക്ക് പ്രസന്റേഷൻ ഒരുപാട്. അവളുടെ ഓർമ്മകൾ രുദ്രനിലേക്ക് പോയി. അന്ന് രുദ്രൻ അവളെ കൊണ്ട് വിട്ടതിന് ശേഷം അവളെ വിളിക്കാനോ വന്ന് കാണാനോ നിന്നില്ല. ശിവയും അവനെ വിളിച്ചില്ല. അവൾ വീണ്ടും നാട്ടിലേക്ക് വന്നു. നാട്ടിൽ മുത്തച്ഛൻ്റെ ഒപ്പം ഓഫീസ് കാര്യങ്ങളിൽ ബിസിയായി. അങ്ങനെ ഒരു ദിവസം ശിവയുടെ RT ഗ്രൂപ്പായിട്ട് ഒരു മീറ്റിംഗ് വന്നു. മീറ്റിങ്ങിന് ശിവ തന്നെയാണ് പോയത്. അതേസമയം RT ഓഫീസിൽ വാട്ട് ഒരു ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത്? രുദ്രൻ്റെ അലർച്ചയാണ് ആ കേൾക്കുന്നത്. അന്ന് ആചാര്യ ഗ്രൂപ്പിന്റെ മീറ്റിംഗ് ഉണ്ട്. അവരുമായിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിരുന്നു. അതിനുവേണ്ടി ഒരു പ്രസന്റേഷൻ റെഡിയാക്കാൻ ഒരു ഗ്രൂപ്പ് സെറ്റ് ചെയ്തിരുന്നു രുദ്രൻ. എന്നാൽ അവൻ പറഞ്ഞതുപോലെ ആയിരുന്നില്ല അവരുടെ പ്രസന്റേഷൻ. രുദ്രൻ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവന്റെ സീറ്റിലേക്കിരുന്നു. പിന്നെ എന്തോ ആലോചിച്ച് പ്രസന്റേഷൻ അവൻ ചെയ്യാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് സമയമുണ്ടായിരുന്നു. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് മീറ്റിംഗ് ഹാളിൽ ഇരിക്കുകയാണ് രുദ്രൻ. അവന്റെ PA ഇന്ന് ലീവാണ്. അതുകൊണ്ട് ഇന്ദ്രനായിരുന്നു അവനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. എടാ രുദ്ര, എന്താടാ? സോറിടാ, നീ പറഞ്ഞതുപോലെ ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ല എനിക്ക്. ഇറ്റ്സ് ഓക്കെ, ഈ പ്രാവശ്യം ക്ഷമിച്ചു. താങ്ക്സ് ഡാ മുത്തേ. അധികം പതപ്പിക്കണ്ട. ഈ മാസത്തിലെ പകുതി സാലറിയെ നിനക്ക് തരൂ. രുദ്ര, ഒരു രുദ്രനും ഇല്ല. കൂടുതൽ നിന്ന അടുത്ത മാസത്തെ സാലറി ഞാൻ കട്ട് ചെയ്യും. നിന്റെ ഇറസ്പോൺസിബിൾ കാരണമാണ് നിന്റെ ഗ്യാങ്ങും അത് കംപ്ലീറ്റ് ആക്കാതിരുന്നത്. പോടാ പുല്ലേ. അതും പറഞ്ഞ് ഇന്ദ്രൻ പുറത്തേക്ക് പോയി. അവൻ പുറത്തേക്ക് പോയതും ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞു ആചാര്യ ഗ്രൂപ്പിന്റെ MD വന്നു എന്ന്. രുദ്രൻ അവരോട് വരാൻ പറഞ്ഞു. സ്റ്റാഫിനെ പറഞ്ഞയച്ചു. കുറച്ചു നേരം കഴിഞ്ഞതും ഡോറ് തുറന്നു വരുന്ന ശിവയെ കണ്ട് രുദ്രന്റെ കണ്ണുകൾ വിടർന്നു. ബിസിനസ് ഫീൽഡിൽ ശരിക്കും ഒരു പക്ക ബിസിനസ് വുമൺ ആയിരുന്നു അവൾ. മുഖത്ത് ചിരിയില്ലാത്ത ഗൗരവത്തിലായിരുന്നു. രുദ്രൻ അവളെ ഞെട്ടൽ മറച്ചു വെച്ച് കാഷ്വലായി സംസാരിച്ചു. അവരുടെ തന്നെ പഴയ ഒരു തറവാട് ഒരു റിസോർട്ടാക്കാൻ വേണ്ടി കൺസ്ട്രക്ഷൻ RD ഗ്രൂപ്പിന് കൊടുത്തതാണ്. ശിവയ്ക്ക് പ്രസന്റേഷൻ ഒരുപാട് ഇഷ്ടമായി. അവൾ ഓക്കെ പറഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. കുറച്ചു നേരം കൂടി ഇരുന്നു. അവൾ എഴുന്നേറ്റ് അവളുടെ ലാപ്പും ഫയലും PA ഏൽപ്പിച്ചു. PA പുറത്തേക്ക് പോയി. രുദ്രൻ ചിരിയോടെ അവളെ നോക്കി. മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇരുവരും ഇറങ്ങി. രുദ്രൻ ശിവയുടെ കയ്യിൽ കൈ കോർത്തു പിടിച്ച് അവന്റെ ക്യാബിനിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയതും അവന്റെ കൈകൾ അവൾ കുടഞ്ഞു. രുദ്രൻ അപ്പോഴും ചിരിയോടെ ചെയറിലേക്കിരുന്നു. ശിവയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് കുറുകി. അവന്റെ ചിരി അവളെ കളിയാക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു. രുദ്രൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. ദേഷ്യം കൊണ്ട് ചുവന്ന അവളുടെ മുഖം കാണും തോറും അവളിലേക്ക് കൂടുതൽ അടുക്കാൻ അവനെ തോന്നി. രുദ്രൻ അവളുടെ ഇടുപ്പിൽ കൈകൾ വെച്ച് അവനിലേക്ക് അവളെ കൂടുതൽ അടുപ്പിച്ച് നിർത്തി. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ നുണഞ്ഞു. അവൻ തുടങ്ങിയ ചുംബനം അവൾ ഏറ്റെടുത്തു. അവന്റെ അധരത്തിൽ നിന്നും കടന്ന് നാവിലേക്ക് ചലിച്ചു. അവളുടെ പല്ലുകൾ അവന്റെ നാവിൽ പതിഞ്ഞു. അവനിൽ നിന്നും ഒരു മൂളം പുറത്തേക്ക് വന്നു. അവൾ വളരെ വന്യമായി തന്നെ അവനെ ചുംബിച്ചുണർത്തി. അധരങ്ങളിൽ നിന്നും അവന്റെ അധരം വേർപ്പെടുത്തി. അവളുടെ മുഖം താഴേക്ക് ചലിച്ചു. അതെത്തി നിന്നത് അവളുടെ ചുണ്ടുകൾ അവിടെ പതിഞ്ഞു. പതിയെ നുണഞ്ഞു. അവളുടെ പല്ലുകൾ ആഴ്ത്തി. അവന്റെ ശബ്ദം പുറത്തേക്ക് വന്നു. അവൾ അവനിൽ നിന്നും എഴുന്നേറ്റു. അവൾ അവന്റെ ചെവിയിൽ പതിയെ ഊതി. അവൻ അപ്പോഴും അവൾ തന്ന വേദനയുടെ ലഹരിയിലായിരുന്നു. അവൻ അവന്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. അവളെ എടുത്ത് അവന്റെ ഇടുപ്പിലേക്കിരുത്തി കാലുകൾ പുറകോട്ട് വെച്ച് ലോക്ക് ചെയ്യിപ്പിച്ചു.
അവൻ്റെ കണ്ണിൽ വന്യത നിറഞ്ഞു, കാമത്തിൻ്റെ. അവൻ വന്യമായി ചിരിച്ചു. അവളുടെ കണ്ണുകൾ അവനിലായിരുന്നു. നൗ ഐ വിൽ ഗിവ് യു മൈ വൈൽഡ്നെസ്. കണ്ണുകൾ ചിമ്മി തുറന്നു വൻഷ്. കണ്ണുകൾ പൂർണ്ണമായി തുറന്നപ്പോഴാണ് അവൻ ഗൗരിയുടെ മാറിലാണ് കിടക്കുന്നതെന്ന് ഓർമ്മ വന്നത്. അവൻ എഴുന്നേൽക്കാൻ നിന്നതും ഗൗരി അവൻ്റെ തലയിൽ തലോടി കൊടുത്തു. അവൻ ചിരിയോടെ അവളുടെ കൈകൾ തലയിൽ നിന്ന് മാറ്റി. അവൾ എഴുന്നേറ്റ് ഫ്രഷായി ബാൽക്കണി ഡോർ തുറന്ന് ലാപ്പെടുത്ത് മേല് ചെക്ക് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരമായിരുന്നു. സൂര്യൻ അസ്തമിക്കാനായി തുടങ്ങി. കിളികൾ കൂടണയാൻ പോകുന്നു. ഗൗരി കണ്ണുകൾ തുറന്ന് മേലേക്ക് നോക്കിയപ്പോൾ വീടല്ലെന്ന് കണ്ടതും അവൾ ഞെട്ടി. പിന്നെയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം അവൾക്ക് ഓർമ്മ വന്നത്. അവൾ എഴുന്നേറ്റ് ചുറ്റിനു നോക്കി. വൻഷിനെ അവിടെയൊന്നും കാണാഞ്ഞതും അവൾക്ക് ആശ്വാസം തോന്നി. അവൾ വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി. ഡ്രസ്സെല്ലാം കബോർഡിൽ നിന്നും എടുത്ത് ചേഞ്ച് ചെയ്തു. അവൾ താഴേക്ക് പോയി. താഴെ ചെന്ന് അടുക്കളയിലേക്ക് ചെന്ന് അവളെ കണ്ടതും അവിടെയുള്ള മെയ്ഡ്സ് എല്ലാം ഞെട്ടി. മാം, എന്താ വേണ്ടത്? എനിക്ക് ഒരു ടീ വേണം. ഇപ്പം തരാം. വേണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഗൗരി അതും പറഞ്ഞ് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ ഉണ്ടാക്കിയത് മസാല ചായയായിരുന്നു. അവൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് അത് 2 കപ്പിലേക്കാക്കി റൂമിലേക്ക് പോയി. ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് കണ്ട് കപ്പുമായി അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന വൻഷിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൾ കപ്പ് നീട്ടി. ദക്ഷേട്ട, ചായ. വൻഷ് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി. ഫ്രഷായി ഒരു ചുരിദാറാണ് ഇട്ടിരിക്കുന്നത്. അവൻ അവളുടെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങി. അവളോട് അവിടെയുള്ള ചെയറിൽ ഇരിക്കാൻ പറഞ്ഞു. അവൻ കപ്പ് ചുണ്ടോട് ചേർത്ത് കുടിച്ചു. ചായയുടെ മണം മൂക്കിൽ തട്ടിയതും അവൻ്റെ മുഖം വിടർന്നു. അവൻ ചായ ആസ്വദിച്ച് കുടിച്ചു. അവൻ്റെ വിടർന്ന മുഖം കണ്ടതും ഗൗരി ചിരിയോടെ ചായ കുടിച്ചു. അപ്പോൾ ചെകുത്താൻ ഇങ്ങനെയും ചില മുഖമുണ്ട്. അവൾ മനസ്സിലോർത്ത് അവനെ തന്നെ നോക്കിയിരുന്നു.